ഇടത് നിരീക്ഷകൻ ഡോക്ടർ ബി ജയരാജ് കൂടെ ചേരുന്നുണ്ട്. ഡോക്ടർ ബി ജയരാജ്, വീണ്ടും രാജ്ഭവനിൽ ഒരു വിവാദം ഉണ്ടായിരിക്കുകയാണ്. ഭാരതാംബ ചിത്രത്തെ ചൊല്ലി തന്നെയാണ് വിവാദം ഉണ്ടായത്. മുഖ്യമന്ത്രി അടക്കം ഈ ഒരു കാര്യം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈ ഒരു പരിപാടിയിൽ അത് നമുക്ക് ലോക പരിസ്ഥിതി ദിനമാണെന്ന് പറയാം, അതുകൊണ്ടാണ് വെച്ചതെന്ന് പറയാം. പക്ഷേ ഇന്ന് ഒരു സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഒരു പരിപാടിയിലാണ്, ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു പരിപാടിയിൽ ഇങ്ങനെ ഭാരതാംബയുടെ ചിത്രം കൊണ്ടുവെക്കുന്നു. അത് വീണ്ടും വിവാദത്തിലേക്കാകുന്നു, മന്ത്രി ഇറങ്ങിപ്പോകുന്നു. ഇതെന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യരുത്, താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക പരിപാടിയിൽ ഇത് ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത്? അത് കേന്ദ്ര ഗവൺമെന്റ്, കേന്ദ്രം ഭരിക്കുന്ന BJP-യുടെയും സംഘപരിവാറിന്റെയും പരസ്യമായ അജണ്ട എന്ന് വേണമെങ്കിൽ പറയാം. രഹസ്യമൊന്നും നമ്മൾ പറയേണ്ടുന്ന കാര്യമില്ലല്ലോ. അവരുടെ ആദർശങ്ങൾ, അവരുടെ RSSന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുക എന്നുള്ളത് അവർ നിയമിക്കുന്ന ഗവർണർമാർ കഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ചെയ്തത് എന്താണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത്. അതിന്റെക്കാളും ഒരു പടിയും കൂടെ പോലും ഇത്തരത്തിലുള്ള ബിംബങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താ? ഇന്നലെ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി അത് വിശദമായി പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങൾ കൊണ്ടുനടക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാവരുത്. അതിന്റെ വീട്ടിലോ അല്ലെങ്കിൽ അനൌദ്യോഗികമായ ഒരു ചടങ്ങിലോ ഇവര് അതുപോലെ ഒരു പരിപാടി നടക്കുന്നിടത്ത് ഇതാണ് ഭാരതാംബ, അങ്ങനെ ഭാരതാംബ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഒന്നുമില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഓരോ ഇന്ത്യൻ പൗരനും ജീവിക്കേണ്ടത്. അതിനു പകരം പഴയ കാലത്തെ ഒരു കാവിക്കൊടിയും പിടിച്ച് RSSന്റെ കൊടിയും പിടിച്ച ഒരു സ്ത്രീ ഇത് ഭാരതാംബയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധാരണഗതിയിൽ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ്. ആ താല്പര്യങ്ങൾക്ക് ഒട്ട് കൂട്ടു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിദ്യാഭ്യാസം ഇറങ്ങിപ്പോയത്. പ്രകോപനം എന്നത് മാത്രമല്ല, ജനാധിപത്യത്തിന് മുമ്പ് ഗവർണർമാർ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അധികാരമില്ലാത്ത ഗവൺമെന്റ് എങ്ങനെ അസ്ഥിരപ്പെടുത്തും, അവരുടെ എക്കണോമിക് എല്ലാം അറിയാവുന്ന പോലെ സാമ്പത്തിക ചെയ്യാൻ അവരുടെ ഒരു സംഘടനകളായിട്ട് ശ്രമിക്കുന്നതാണ്. ഇപ്പം എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSSന് ശാഖകളുള്ളത് കേരളത്തിലാണ്. കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് RSSന് ഇത് വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തത്. RSSകാരുണ്ടെങ്കിൽ പോലും, RSSന് അണികളുണ്ടെങ്കിൽ പോലും അവർക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ യാതൊരു താല്പര്യവും ഇല്ല എന്ന് കാണിക്കുന്നതാണ് ഓരോ തെരഞ്ഞെടുപ്പിലെ വിജയങ്ങളും. പിന്നെ ഈ പറഞ്ഞ കണക്കുപോലെ ഒറ്റപ്പെട്ട ചില വിജയങ്ങളെ പെരുപ്പിച്ച് കാണിച്ച് ഇതിനു മുമ്പ് തന്നെ മാധ്യമങ്ങൾ ഒരു വലിയ മോശപ്പെട്ട പ്രവർത്തി ചെയ്തു. കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയാണ് എന്നുള്ള ഒരൊറ്റ ഇതിന്റെ പേരിൽ കേരളത്തിൽ ഒരു ആവശ്യത്തിനും അനാവശ്യത്തിനും ഇത്തരം ആളുകളെല്ലാം ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് വരികയും അവര് പറയുന്ന ഈ ജൽപ്പനങ്ങളും വിഡ്ഢിത്തരങ്ങളും കണ്ട് നമ്മൾ രസിക്കുകയും ചെയ്തപ്പോൾ അതിന്റെ ഭാഗമായി അതിന് ഒരു വ്യൂവർഷിപ്പ് ഉണ്ടായെന്നാണ്. ഇത്തരം വിഡ്ഢിത്തരങ്ങള് എഴുന്നള്ളിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഒരു ജനസാമാന്യം ഉണ്ടായി. അവരുടെ വിവരക്കേടുകൾ, നെഗറ്റീവ് പബ്ലിസിറ്റി അവർക്ക് കിട്ടുകയും ഇത്തരം ആളുകളൊക്കെ വളരെ, അതായത് ഒരിക്കലും ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ ഒന്ന് സംസാരിക്കാനായിട്ടുള്ള യാതൊരു മാന്യതയും ഇല്ലാത്ത ആളുകൾ, യാതൊരു ഇതുമില്ലാത്ത ആളുകൾ, വ്യക്തിത്വം ഇല്ലാത്ത ആളുകൾ, യാതൊരു പഠനവും ഇല്ലാത്ത ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ടൊന്ന് ഇരുത്തിയിട്ട് സ്റ്റുഡിയോയിൽ പ്രൈം ടൈമിലൊക്കെ അവർക്ക് അവസരം കൊടുക്കുമ്പോൾ അവർ പറയുന്ന അർദ്ധസത്യങ്ങളും പിന്നെ കള്ളങ്ങളും പിന്നെ ഊതിപ്പെരിപ്പിച്ച നുണകളും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ ജനങ്ങളത് കേട്ട് 100 പ്രാവശ്യം ഒരു കള്ളം പറഞ്ഞ് അത് സത്യമാണെന്ന് ഡൗട്ട് ചെയ്യുന്ന രീതി വരെ കേരളത്തിൽ ഉണ്ടാക്കി. അപ്പൊ അതിനകത്ത് മാധ്യമങ്ങൾ വഹിച്ച പങ്ക്, കാരണം മാധ്യമങ്ങൾ 99% കൺട്രോൾ ചെയ്യുന്നത് ഇവരുടെ ഒന്നിൽ ഈ പറയുന്ന ക്രോണി ക്യാപിറ്റലിസ്റ്റുകളാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പങ്ക് മാധ്യമങ്ങളും വഹിക്കുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് വഴി ഇത്തരത്തിലുള്ള ഇവരുടെ പ്രത്യേക ഗൂഢാലോചനകൾ. അപ്പൊ അത് അദ്ദേഹത്തിന് വ്യക്തിപരമായ താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചടങ്ങുകൾ നടക്കട്ടെ. അത് പൊതുസ്ഥലങ്ങളിൽ, അതായത് രാജ്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുള്ള ഒരു വെല്ലുവിളി, അത് വെല്ലുവിളിയാണ്. വോട്ട് ചെയ്യുന്നതിനെതിരെയുള്ള വെല്ലുവിളിയാണ്. ഇടതുപക്ഷക്കാരെല്ലാവരും ശരി, ഞാൻ ടെലിഫോൺ ബന്ധപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക തകരാറുകളൊക്കെ ഉണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.